ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വിസിറ്റിംഗ് കാർഡുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അഡോബ് ഇല്ലുസ്ട്രേറ്റർ ആണ്. നമുക്ക് ആദ്യം അത് ഓപ്പൺ ചെയ്യാം. ഫയലിൽ വന്ന് ന്യൂ പേജ് ക്രിയേറ്റ് ചെയ്യുക. ഇനി നമുക്ക് വിസിറ്റിംഗ് കാർഡിൻ്റെ അളവ് കൊടുക്കണം. സാധാരണ യൂസ് ചെയ്യുന്നത് 9x5 സെൻറ്റിമീറ്റർ ഒക്കെയാണ്. ഓരോന്നിൻ്റെ മാറ്ററിൻ്റെ അനുസരിച്ച് 5.5 വരെയൊക്കെ കൊടുക്കാവുന്നതാണ്. നമുക്കത് 9x5 തന്നെ കൊടുക്കാം. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ 9x5 നമുക്കൊരു പേജ് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാണുന്ന വൈറ്റ് സ്പേസിലാണ് ഇനി നമുക്ക് ആവശ്യമുള്ള മാറ്ററുകളും ഡിസൈനും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ തന്നെ ഒരു വിസിറ്റിംഗ് കാർഡാണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള ലോഗോയും മാറ്ററും ഒക്കെ നമ്മുടെ ഫയലിൽ നേരത്തെ തന്നെ ബോർഡൊക്കെ ചെയ്തതിൻ്റെ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ലോഗോ ഇതിലോട്ട് പേസ്റ്റ് ചെയ്യാം. നമ്മുടെ ഡിസൈൻ ഇപ്പോൾ ഏകദേശം കഴിയാറായി. കാരണം ഇത് എളുപ്പമായിരുന്നു. നമ്മുടെ ഇൻവിറ്റേഷനിൽ നിന്ന് കിടന്ന ബാക്ക്ഗ്രൗണ്ടുകളും ഫോണ്ടുകളും ഒക്കെയാണ് ഞാനിതിലോട്ട് പെട്ടെന്ന് കോപ്പി ചെയ്തിടുമായിരുന്നു. നമുക്കിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ഞാനിത് പെട്ടെന്ന് ചെയ്തതാണ്. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ വലിയ പേപ്പർ ഷീറ്റിൻ്റെ സൈസ് 18 ഇഞ്ച് ഇൻറ്റു 12 ഇഞ്ചാണ്. അപ്പോൾ ആ സൈസിൽ നമുക്കൊരു ക്യാൻവാസ് ഉണ്ടാകണം. ഇപ്പോൾ 12x18 വലിയ ഷീറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്ത് വെച്ച വിസിറ്റിംഗ് കാർഡ് കോപ്പി ചെയ്തിട്ട് നമ്മൾ ആ ഷീറ്റിലോട്ട് കൊണ്ട് പേസ്റ്റ് ചെയ്യും. നമുക്ക് ഈ ഷീറ്റിൽ ഇനി എത്ര എണ്ണം കിട്ടുമെന്ന് നോക്കാം. ഇപ്പോൾ താഴോട്ടും മുകളിലോട്ടും 5 എണ്ണം വെച്ച് ഇപ്പം 25 എണ്ണം നമുക്കൊരു ഷീറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് സെൻറ്റർ ആക്കിയിട്ട് പ്രിൻ്റ് വിടാം. അപ്പോൾ ഇത് കൊണിക്ക മിനാൾട്ടയുടെ ഒരു ലേസർ പ്രിൻ്ററാണ്. ഇതിലാണ് നമ്മൾ വിസിറ്റിംഗ് കാർഡ് പ്രിൻ്റ് എടുക്കാൻ പോകുന്നത്. നമുക്ക് പേപ്പറുകൾ പല ടൈപ്പുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നൊരു ടെക്സ്ചർ പേപ്പറാണ്. ഇതൊരു ടെക്സ്ചർ പേപ്പറാണ്. ഇതിലാണ് ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് എടുക്കാൻ പോകുന്നത്. ഇതല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള പേപ്പറാണ്. ഇതിപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ എടുത്ത ആ സൈസ് തന്നെയാണ്. 12x18 ഇതിൻ്റെ സൈസ്. ഈ സൈസ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബൈപ്പാസ് ട്രേയിലാണ് നമ്മൾ പേപ്പർ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ടെക്സ്ചറുള്ള ഭാഗം അടിയിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് പേപ്പർ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇത് ഓരോ മെഷീനും ഓരോ സെറ്റിങ്സ് ആയിരിക്കും. ഇതിൻ്റെ പേപ്പറിൻ്റെ അടിയിലായിട്ടാണ് പ്രിൻ്റ് വരുന്നത്. നമ്മൾ പേപ്പർ വെച്ച് കഴിയുമ്പം സ്ക്രീനിൽ പേപ്പറിൻ്റെ സൈസൊക്കെ ചോദിക്കും. നമ്മൾ പേപ്പർ വെക്കുമ്പോൾ തന്നെ ഇവിടെ പേപ്പറിൻ്റെ സൈസും തിക്നെസ്സും ഒക്കെ ചോദിക്കും. നമ്മൾ അതനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടുത്തെ കാണിക്കുന്നുണ്ട് 12x18. പിന്നെ തിക്നെസ്സ് നമ്മൾ തിക്നെസ് ഇപ്പോൾ 4 കമ്പ്യൂട്ടറിൽ നിന്ന്. അപ്പോൾ അത് തന്നെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ പ്രിൻ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിൻ്റ് വിടാം. നമ്മൾ പ്രിൻ്റ് എടുക്കാൻ പോകുന്ന മെഷീൻ സെലക്ട് ചെയ്യുക. സെറ്റപ്പിൽ നമ്മൾ അവിടെ ഇപ്പോൾ കൊടുത്ത അതേ സെറ്റിങ്സ് തന്നെ കൊടുക്കണം. പേപ്പർ സൈസ് 12x18, ബൈപ്പാസ് ട്രേ, തിക്നെസ് 4, ഇത്രയേ ഉള്ളൂ. ഇനി പ്രിൻ്റ് വിടാം. ഓക്കെ, ഇപ്പോൾ പ്രിൻ്റ് പോയിട്ടുണ്ട്. ഇതിപ്പോൾ പ്രിൻ്റ് വരുന്നതാണോ? അവിടെ പേപ്പർ ഇതേ കയറി പോകുന്നുണ്ടോ? വിസിറ്റിംഗ് കാർഡ് റെഡി ആയിട്ട് ഇറങ്ങി വരുന്ന കണ്ടോണം. ഓക്കെ, നമ്മുടെ വിസിറ്റിംഗ് കാർഡ് ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്.
നമ്മുടെ കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് കട്ട് ചെയ്ത് പീസാക്കണം. ഇനി നമുക്കൊരു ചെറിയ ഹാൻഡ് കട്ടർ വെച്ച് ഈ വിസിറ്റിംഗ് കാർഡ് കട്ട് ചെയ്തെടുക്കാം. വിസിറ്റിംഗ് കാർഡ് ഇപ്പോൾ നമ്മൾ കുറച്ച് കട്ട് ചെയ്തു. ഇപ്പോൾ നമുക്കൊരു ഷീറ്റിൽ ഒരു 25 വിസിറ്റിംഗ് കാർഡ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വിസിറ്റിംഗ് കാർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.